ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് കാണിക്കുന്നത് ചപ്പാത്തിയും ഗ്രീൻ ബീൻസ് കറിയുമാണ്. ഇപ്പോൾ നമുക്ക് ആദ്യം ഗ്രീൻ ബീൻസ് കറിയുടെ റെസിപ്പി നോക്കാം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ പിന്നെ നമുക്ക് ഗ്രീൻ ബീൻസ് കറി ഉണ്ടാക്കാം. നമ്മൾ 5-6 മണിക്കൂർ മുൻപേ കുതിർക്കാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെച്ചിരുന്ന ഗ്രീൻ ബീൻസ് കുതിർന്ന് പാകമായി വന്നിട്ടുണ്ട്. ഇനി ഈ കറിയിലേക്ക് ചേർക്കേണ്ട വെജിറ്റബിൾസ് കാണാം. ഒരു വലിയ കിഴങ്ങ്, ഒരു ക്യാരറ്റ്, 3-4 ബീൻസ് പയർ, ഒരു തക്കാളി, ഒരു സവാള, പിന്നെ 1-2 പച്ചമുളക് ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് ചേർക്കാം. ഇത്രയും ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് കുതിർത്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ ബീൻസിലേക്ക് ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് പാകത്തിനുള്ള വെള്ളവും ചേർത്ത് കുക്കറിൽ വെച്ച് വേവിക്കാം. ഞാനൊരു 4-5 വിസിലടുപ്പിച്ചേ. അപ്പോഴത്തേക്കും എൻ്റെ ഗ്രീൻ ബീൻസ് നന്നായിട്ട് വെന്ത് വന്നു. ഇനി അതിലേക്ക് അരപ്പ് ചേർക്കണ്ടായോ? അപ്പോൾ അരപ്പിനുള്ള കൂട്ട് നോക്കാം. കുറച്ച് തേങ്ങ ചിരകിയതിലേക്ക് അല്പം പെരിഞ്ചീരകം, 4-5 ചെറിയ ഉള്ളി, ഒരു ചെറിയ കഷ്ണം പട്ട, ഇത്രയും ചേർത്ത് നന്നായി അരച്ചെടുക്കണം. എന്നിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസിലേക്ക് ഈ അരപ്പ് ചേർത്ത് തിളപ്പിച്ചെടുക്കണം. നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നത് കണ്ടോ? ഗ്രേവി തിക്കാണെങ്കിൽ അരപ്പിനൊപ്പം കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് യൂസ് ചെയ്യാം കേട്ടോ. കറി നന്നായിട്ട് തിളയ്ക്കുന്ന കണ്ടോ? ഇപ്പോൾ തന്നെ നല്ല സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്ത് ചേർത്ത് കൊടുക്കണ്ടായോ? അതിന് പാൻ അടുപ്പത്ത് വെച്ച് ആവശ്യത്തിനുള്ള എണ്ണയൊഴിച്ച് കടുക് പൊട്ടിച്ച് ചെറിയ ഉള്ളി 3-4 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് മൂപ്പിച്ച് കറിവേപ്പിലയും ചേർത്ത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ സ്വാദിഷ്ടമായ ഗ്രീൻ ബീൻസ് കറി റെഡി. കറി കൂട്ടി കഴിക്കാൻ ഇനി ചപ്പാത്തി ഉണ്ടാക്കണ്ടായോ? എന്നാ ചപ്പാത്തി ഉണ്ടാക്കാം. ആവശ്യത്തിനുള്ള ഗോതമ്പ് പൊടി എടുത്ത് അതിലേക്ക് 3-4 സ്പൂൺ മൈദ കൂടി ചേർക്കണം. ചേർത്തിട്ട് ഉപ്പും കൂടെ ചേർത്തിട്ട് അതെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് അതിലേക്ക് പിന്നെ 1/2 ഗ്ലാസ് പാലും കൂടെ ചേർത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യണം. പാല് ചേർക്കുന്നത് എന്തിനാണെന്നോ? ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് പാല് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം തിളപ്പിച്ച വെള്ളം ഒഴിച്ച് മാവ് നന്നായി യോജിപ്പിച്ച് അയച്ചെടുക്കാം. മാവിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലായതുകൊണ്ടാണ് ഞാൻ സ്ലാബിലിട്ട് മാവ് അയച്ചെടുക്കുന്നത്. സ്ലാബ് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷമാണ് ഞാനത് സ്ലാബിലിട്ട് അയച്ചെടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കത് അയഞ്ഞ് കിട്ടും. അയഞ്ഞ മാവിലേക്ക് 1 സ്പൂൺ എണ്ണയും കൂടി ചേർത്ത് വീണ്ടും ഒന്നുകൂടെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് ബോൾ രൂപത്തിലാക്കി റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു അരമണിക്കൂർ മാറ്റി വെക്കണം. അതിനുശേഷം ചെറിയ ചെറിയ ബോളുകളാക്കി ചപ്പാത്തി പരത്തി ചുട്ടെടുക്കാം. സോഫ്റ്റ് ചപ്പാത്തിയും സ്വാദിഷ്ടമായ ഗ്രീൻ ബീൻസ് കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.